ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ, അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ എത്തിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസവും ദൈവവചനത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും അവൻ്റെ വഴി നടത്തലും നമ്മുടെ ജീവിതങ്ങളിൽ നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന ധ്യാനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗമാണ്. എൻ്റെ ദൂതൻ നിനക്ക് മുൻപായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കുകയും അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയുമരുത്. അവയെ സേവിക്കരുത്. അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുകയും എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാവുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. എൻ്റെ ഭീതിയെ ഞാൻ നിന്റെ മുൻപിൽ അയച്ച് നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെയൊക്കെയും അമ്പരപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയുകയും ചെയ്യും. നിന്റെ മുൻപിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്യനെയും ഓടിച്ചു കളയുവാൻ ഞാൻ നിനക്ക് മുൻപായി കടന്നലിനെ അയക്കും. ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയും ഇരിക്കുവാൻ ഞാൻ അവരെ 1 സംവത്സരത്തിനകത്ത് നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തോടൊരു വലിയ വാഗ്ദാനം നൽകുന്നുണ്ട്. എൻ്റെ ദൂതൻ നിനക്ക് മുൻപായി പോകും എന്ന് കർത്താവ് ഇവിടെ അരുളി ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത്തിന് മുന്നിലുണ്ടായിരുന്ന ശത്രുക്കളെയും തടസ്സങ്ങളെയും ദൈവം തന്നെ നീക്കിക്കൊടുക്കുമെന്ന് അവിടുന്ന് ഉറപ്പു നൽകുന്ന ഒരു തിരുവചന ഭാഗം. എന്നാൽ അതോടൊപ്പം ഒരു നിബന്ധനയും ഉണ്ട്. ദൈവത്തെ മാത്രം ആരാധിക്കണം, അവിടുത്തെ കൽപ്പനകൾ മാത്രം അനുസരിക്കണം. ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ചില ആത്മീയ സത്യങ്ങൾ: ഒന്ന്, ദൈവം നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധം. നാം ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ പോലും ദൈവം ഇതിനകം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ വഴികൾ ഒരുക്കുന്നതിന് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നു. രണ്ടാമതായി, അനുസരണം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം. ദൈവവചനം അനുസരിക്കുന്ന ജീവിതം സംരക്ഷണവും സമാധാനവും അനുഗ്രഹവും ദൈവം പ്രദാനം ചെയ്യുന്നു. മൂന്നാമതായി, ദൈവം ക്രമേണ പ്രവർത്തിക്കുന്നു. വചനത്തിൽ ദൈവം പറയുന്നു, ഞാൻ അവരെ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയില്ല, അല്പാൽപമായി നീക്കിക്കളയും. നമ്മുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ദൈവം ഉടനെ മാറ്റണമെന്നില്ല. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ഒരുപക്ഷെ വൈകുന്നത് പോലെ തോന്നാം. എന്നാൽ ദൈവം തൻ്റെ സമയത്ത്, തക്ക സമയത്ത് നമ്മുടെ നന്മയ്ക്കായി എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ബോധം നമ്മെ ഭരിക്കണം. നാലാമതായി, ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമാണ്. നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് കാത്തിരിപ്പിൻ്റെ സമയങ്ങളിലും നാം വിശ്വാസം കൈവിടരുത്. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത് ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ മുൻപിൽ പോകുന്നു, ഞാൻ നിന്റെ വഴികൾ ഒരുക്കുന്നു, എൻ്റെ സമയത്ത് ഞാൻ എല്ലാം നിനക്കായി
പൂർത്തിയാക്കും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിലും ജീവന്റെ ദാനത്തിനുമായി തമ്പുരാനെ ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങയുടെ വഴി നടത്തലിനെയും സംരക്ഷണത്തെയും കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളിലും ഞങ്ങളുടെ മുൻപിൽ അങ്ങ് നടക്കണമേ. ഞങ്ങളെ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വിശ്വാസത്തിൽ ശക്തരാക്കണമേ. ഉടൻ ഉത്തരങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങളിലും അങ്ങയുടെ സമയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലി സ്ഥലങ്ങളെയും പഠന മേഖലകളെയും സാമ്പത്തിക കാര്യങ്ങളെയും ആരോഗ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സമാധാനവും അനുഗ്രഹവും നിറയട്ടെ. ഇന്ന് ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പൂർണ്ണ വിജയം അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.